ഗൈസ്, ഇതെന്താണെന്നറിയാം? ഇതാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള ഹെൽത്തി ബോൾ. ഇത് ഭംഗി വയ്ക്കാനും മുടി വളരാനും ഹെൽപ്പ് ചെയ്യും. ഇത് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയാലോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്കതിൽ ആദ്യം ആവശ്യമായിട്ടുള്ളത് കറുത്ത എള്ള്, പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ വാൾനട്ട്, പിന്നെ കപ്പലണ്ടി. പിന്നെ ഇതിൽ നമുക്ക് പംകിൻ സീഡും അതിനൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ കറുത്ത എള്ളിന് പകരം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളും ഒക്കെ നമുക്ക് ചേർത്തിട്ട് ഉണ്ടാക്കാം. പിസ്ത ഇടാം. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് എള്ളും അണ്ടിപ്പരിപ്പും ബദാമും കപ്പലണ്ടി വാൾനട്ടുമാണ്. അതാണ് ഞാനിപ്പോൾ ഇട്ടിട്ട് ഉണ്ടാക്കണത്. അതൊരു പാനിലേക്ക് എടുത്തിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കണം നമ്മൾ കേട്ടോ. നല്ലപോലെ വറുത്തെടുക്കുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിക്കാനായിട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ട് അത് ചൂടാറിയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടിച്ചെടുക്കുമ്പോൾ നല്ലോണം ചൂടാക്കി എടുത്തതിന് ശേഷം പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് ഒരുവിധം നല്ല രീതിക്ക് നമുക്ക് പൊടിക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എല്ലാ ഇതും നട്ട്സുകളും ഇട്ടിട്ട് നമ്മൾ വറുക്കണത്. ഓക്കെ, നല്ല രീതിക്ക് വറുത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ടൈമിൽ നമുക്ക് വാൾനട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പൊട്ടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നല്ലപോലെ അത് മൂത്തുണ്ട്, നല്ല രീതിക്ക് വറവായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു നട്ട്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പാനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടി മൂപ്പ് കൂടും. എന്നിട്ട് നമുക്ക് ആ ടൈം അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചെരുകി എടുത്തിട്ട് തേങ്ങ അതേ പാനിലേക്ക് ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം നനവൊക്കെ വിട്ട് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവില്ലേ, ആ ഒരു ടൈമിലേക്ക് മതി. അപ്പോൾ വെള്ളമൊക്കെ അതിൽ നിന്ന് വെള്ളമൊക്കെ വിട്ട് അത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളതൊരു സാധനത്തിൽ എവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചാലും എന്തുണ്ടാവില്ല, നാശമാവില്ല. ഈ ബോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കുറച്ച് കാലം നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്, നല്ലൊരു മണവും വരും. ആ സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ പാൻ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇതേ പാനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്നും കൂടി മൂപ്പ് കൂടും, അല്ലെങ്കിൽ വറവ് കൂടും. അപ്പോൾ അത് അങ്ങനെ മൂപ്പ് കൂടണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മളിത് മാറ്റി വയ്ക്കണത്. എന്നിട്ട് നമ്മൾ എന്ത് വേണം, ഇതിലേക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഈന്തപ്പഴമാണ്, ഡേറ്റ്സ്. ശരിക്കും ഈന്തപ്പഴം കഴുകിയിട്ടാണ് അതിൻ്റെ കുരുവൊക്കെ കളയേണ്ടത്. പക്ഷേ ഞാനത് വേഗം ചെയ്യുന്ന തിരക്കിൽ കഴുകാൻ മറന്നു, കുരുവൊക്കെ കളഞ്ഞു. അതിന് ശേഷമാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാനൊരു വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകി നല്ലപോലെ പിഴിഞ്ഞെടുക്കുക ചെയ്യണം. എന്നിട്ട് അപ്പോഴേക്കും തന്നെ നമ്മൾ ഈ വറുത്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല രീതിക്ക് തണുത്തുണ്ടാവും, ചൂടൊക്കെ നാറി ഉണ്ടാവും. ചൂടോട് കൂടിയിട്ട് നമ്മൾ അടിക്കുമ്പോൾ നല്ല രീതിക്ക് പൊടിഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇത് നല്ലപോലെ തണുവായി അത് ചൂടൊക്കെ ആറി നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യമായിട്ടുള്ള പണി എന്ന് പറയണത്. ഇത് കഴിക്കാനും ടേസ്റ്റാണ്. മാത്രമല്ല കഴിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഇതിലിപ്പോൾ മോള് പറഞ്ഞ പോലെ മക്കളോടൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ, നല്ലതല്ലേ ഹെൽത്തിന്. അപ്പോൾ ഭംഗി ഉണ്ടാവും, മുടി വളരും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കൊടുക്കാം. പക്ഷെ മുടി വളരാനും ഒക്കെയാണ് നല്ലതാണ് എള്ളൊക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ നമ്മളുടെ ഈ പീരിയഡ്സിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയണത്. ഇത് പണ്ടൊക്കെ എള്ളൊക്കെ ചതച്ച് ശർക്കരയൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാനായിട്ട് തരും വീട്ടിലെ അമ്മമാർ ഒക്കെ. പഴയ അമ്മമാരൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവർക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് നമുക്കൊക്കെ തരും. നമ്മുടെ ടോട്ടൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നല്ലതാണിത്. ശരിക്കും നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. എൻ്റെ മോള് മൂത്താള് അങ്ങനെ ഒന്നും കഴിക്കില്ല, നല്ല സാധനമൊന്നും കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്, അതും ഞാനൊരു വീഡിയോയിൽ കണ്ടത്, പല വീഡിയോയിലും ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടില്ല, ശർക്കര പോലും നമ്മൾ ചേർക്കണില്ല. ഒരു മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ എല്ലാ പൊടികളും ആ വറുത്ത് വെച്ച തേങ്ങയും നമ്മളുടെ ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞി ഉരുളകളാക്കി എടുത്താൽ നമുക്ക് കഴിക്കാനും ഡെയിലി ഒരെണ്ണം വെച്ച് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത് ഹെൽത്തിന്. പിള്ളേർക്കൊന്നല്ല, എല്ലാവർക്കും നല്ലതാണ്. കുട്ടികളോടൊക്കെ നമ്മളിങ്ങനെ പറയാം, നല്ല ഭംഗിയായിരിക്കും, നല്ല സുന്ദരിയാവും, നല്ലോണം മുടിയൊക്കെ വളരും എന്നൊക്കെ പറഞ്ഞാൽ അവരൊന്നുകൂടി ഇൻട്രസ്റ്റിൽ കഴിക്കും.
അപ്പോൾ അതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളിയാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ റെസിപ്പിയുടെ പറയാനായിട്ട്. മോള് കഴിക്കുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞവിടെ എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടാം. ഓക്കെ.